ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വെക്കേഷനായപ്പോൾ പോലെ കുട്ടികളോട് പറയുന്നതാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ, കറങ്ങാൻ കൊണ്ടുപോകാമെന്നൊക്കെ. ഇപ്പോൾ അവരിങ്ങനെ ചോദ്യമാണ് എപ്പോഴും. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കത് അവർക്ക് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചേട്ടനൊക്കെ നാട്ടിൽ വന്നപ്പോൾ കുട്ടികൾ എന്തായാലും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാലക്കുടിയിൽ ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു പാർക്കാണ് കേട്ടോ. ടൂൺ ടൂപ്പിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വന്നിട്ട് ചാലക്കുടിയിൽ കൂടപ്പുഴ എന്ന് പറഞ്ഞാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത്. അപ്പോൾ നമ്മളിതൊരു ഇൻഡോർ പാർക്കാണ് കേട്ടോ. ഇത് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, ഇതിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റെയർ കയറി മേലോട്ട് പോയിട്ട് വേണം. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അത് ഈ ടൂൺ ടൂപ്പിയുടെ തന്നെ അനുബന്ധിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്, അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കളിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡോർ പാർക്കിലൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളെപ്പോഴും പുറത്തുള്ള പാർക്കിൽ, ഔട്ട്ഡോർ പാർക്കിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ പാർക്കിൽ മാളുകൾ ഉണ്ടെങ്കിലും കൊണ്ടുപോകാറില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് നല്ല രസമാണ് കാണാനായിട്ടും, നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോക്സ് യൂസ് ചെയ്താൽ മാത്രമാണ് കേട്ടോ അകത്തേക്ക് ഇവർ കയറ്റത്തുള്ളൂ. എത്ര 250 എത്ര എന്താണ് നമുക്ക് ഫീ വരുന്നതെന്ന് തോന്നുന്നു ഒരു കുട്ടിക്ക് പെർ അവർ. അപ്പോൾ ഇപ്പം ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നമ്മുടെ കുട്ടികളെ പറ്റിക്കാനായിട്ട് ഇതേ അവിടെ ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടകത്തേക്ക് കുട്ടികൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ കൂടെ പാരൻറ്റിനൊരാൾക്കാണ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏട്ടനും കൂടി കയറി പോയിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ഞങ്ങൾ പുറത്തിരിക്കുകയാണ്, നമ്മൾ കാണികളായിട്ട് പുറത്തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കൂടെ വന്നാലും. അപ്പോൾ അവരിതാ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ 4 പേരുണ്ട്. അപ്പോൾ ഏട്ടന് ഒറ്റയ്ക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്നോടും കൂടി അകത്തേക്ക് വരാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ അവരോട് പെർമിഷനൊക്കെ എടുത്തിട്ട് ഞാനും സോക്സൊക്കെ യൂസ് ചെയ്തിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അൻഷുവിന് മാത്രം സോക്സ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതായത് അവിടെ നിന്ന് നമ്മൾ പേ ചെയ്തിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ സോക്സ്. അപ്പോൾ എന്നോടും കൂടി അതിൻ്റെ അകത്ത് കൂടെ ഓടി വരാനാണ് കേട്ടോ അവൾ പറയുന്നത്. കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ പോയിട്ട്. അതായത് ഇതുപോലെ നമ്മുടെ പണ്ടത്തെ പീരങ്കി എന്നൊക്കെ പറയില്ല, അതുപോലെ തോന്നി എനിക്ക് കണ്ടിട്ട്. ഈ ബോൾസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിലിങ്ങനെ ഒരു പെഡൽ പോലെ ഉണ്ട്, അതിലിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഈ ബോളുകൾ ഇങ്ങനെ പുറത്തോട്ട് തെറിച്ച് പോകും കേട്ടോ. പിന്നെ ഈ സംഭവം നമ്മൾ എവിടെ പാർക്കിൽ പോയാലും, ഔട്ട്ഡോർ പാർക്കിലായാലും കാണുന്നൊരു സംഭവമാണ് ഈ ഇങ്ങനെ ചാടുന്നത്. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഗതിയാണ് കേട്ടോ. അവർ അതിൽ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായില്ല, വേറെ ഒന്നിലും കയറാനുള്ള മൂടില്ല. പിന്നെ അതിൽ കയറിയിട്ട് അതിലിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് വോളിബോൾ പോലെ, ബാസ്ക്കറ്റ് ബോൾ പോലെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് ബോളൊക്കെ ഇടാം. അവർ ട്രൈ ചെയ്തു കേട്ടോ, പക്ഷേ ഹൈറ്റ് കുറവായ കാരണം അവർക്ക് ഇറങ്ങി കിട്ടിയില്ല. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർക്കാർക്കും അതിലൊന്നും കയറണ്ട, ആ ബോളിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മറിയാനാണ് അവർക്കിഷ്ടം. അവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വീട് പോലെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ ഇങ്ങനെ ഓരോന്നിലും ചെന്ന് നിൽക്കുമ്പോൾ ലൈറ്റ് മാത്രമല്ല വിത്ത് മ്യൂസിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരതിലൊക്കെ ചാടി മറിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നത് കാണാം കേട്ടോ. ഇത് ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇത്രത്തോളം ഉള്ളപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്തോ. ഇപ്പോൾ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് 3 ആളും കൂടി ഇങ്ങനെ പോകുന്നത്. 4 ആളുണ്ട്, പക്ഷെ അൻഷുവിന് അതിൽ കയറാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അൻഷുവിന് ആകെ വിഷമായി. പിന്നെ കുട്ടിക്ക് പേടിയായിന്ന് തോന്നുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ടും അവൾ പോയില്ല കേട്ടോ. തിരിച്ച് ഇറങ്ങി വരുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ പേടിയാവണമെന്ന് പറയണ ആൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടേ. അവർ 3 ആളും കയറി പോയിട്ടോ അതിലേക്ക്. തിരിച്ചു പോന്നു. അപ്പോൾ അവൾക്ക് ഈ ബോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാനും ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവർ 3 ആളും അതിൻ്റെ ഉള്ളിൽ കൂടെ ആ മഞ്ഞ കളറ് ഒരു സംഭവം കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോരുന്നുണ്ട് കേട്ടോ.
അപ്പം മൂന്നാൾക്കും അത് വലിയ ഇഷ്ടമായി. അവർക്ക് മൂന്നാൾക്കും അങ്ങനെ ഒന്നിനും കയറാനായിട്ട് പേടിയൊന്നുമില്ല. മോള് ചെറുതല്ലേ, അവൾക്കപ്പോൾ അത് കണ്ടപ്പോൾ പേടിയായി. പിന്നെ അപ്പോൾ അവരതിൻ്റെ മേളിൽ കൂടെ വലിഞ്ഞ് കയറി ഇതിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങി പോരും കേട്ടോ. അൻഷുവിന് ഇതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായത്, ഈ ബോളിൽ കൂടെ ഇങ്ങനെ നടക്കുക, പിന്നെ ഇതിലൂടെ ഇങ്ങനെ ഊർന്നിറങ്ങി പോരുക. അതൊക്കെ മറിഞ്ഞ് അങ്ങോട്ട് പോയി ഇതിലൂടെ ഓടി എന്തൊക്കെയാണോ കാണിക്കുന്നത്, എന്തിലൊക്കെയാണ് കയറേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കുട്ടികൾക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയില്ല, എല്ലാത്തിലും പോയി കയറുന്നുണ്ട്. പിന്നെ അവിടെ ട്രെയിൻ പോലൊരു സംഭവം കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് കേട്ടോ നേരത്തെ കണ്ട യെല്ലോ കളറ് അതിലൂടെ അങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവരിതാ മൂന്നാളും കൂടി അതിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇതിൽ കയറിയിട്ട് മതിയാവുന്നില്ല. നമ്മളൊക്കെ ചെറുതായിരുന്നു, ഇപ്പം ഇങ്ങനെയൊക്കെ വല്ലതുണ്ടോ അല്ലേ, ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ കൊതി തോന്നുന്നു. പിന്നെ ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ. നമ്മളിതാ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഈ മലയുടെ മുകളിലേക്കൊക്കെ വലിഞ്ഞ് കയറത്തില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിലിങ്ങനെ ചവിട്ടി മേലോട്ട് കയറിയിട്ട് അങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങ് പോരുക, അതാണ് സംഭവം. അപ്പോൾ മൂത്താൾ ഇത് ചെയ്തു കേട്ടോ, ചേട്ടൻ്റെ മോൻ കുഞ്ഞമ്പു അത് ചെയ്തു. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ട് ഇതുപോലെ താഴേക്ക് ചാടിയിട്ടോ. അവിടെ നിന്ന് അവനൊന്നിലും കയറാനായിട്ട് പേടിയില്ല. അവനാണ് ഇതിലുള്ള എല്ലാം യൂസ് ചെയ്തതെന്ന് പറയുന്നത്. അവനെല്ലാത്തിലും കയറി ഓൾമോസ്റ്റ്. പക്ഷേ ബാക്കി ഒരു മൂന്നാളും അത്രയധികം അങ്ങ് എല്ലാത്തിലും കയറാൻ അവർക്ക് പേടിയായിരുന്നു. അയ്യൂപ്പതാ ഇവിടെ വരെ കയറിയിട്ട് ഇങ്ങ് താഴേക്ക് ചാടുക ചെയ്തത് കേട്ടോ. അവന് പേടിയാന്ന് പറയാണ്. ഇപ്പതാ കുഞ്ഞമ്പുതാ ഇനി ഇവിടെ വേറൊരു സംഭവമുണ്ട് ഇതുപോലെ തന്നെ, അതിൻ്റെ തന്നെ വേറൊരു മോഡൽ, അതിലും അവൻ കയറാൻ ഇൻട്രസ്റ്റഡാണ്. അപ്പോൾ അവൻ അതിൽ കയറുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു സേഫായിട്ട് ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതിൽ ചെറിയ സ്റ്റോൺ പോലെയാണത്, സ്റ്റോണല്ല ചെറിയ സ്പോഞ്ചാന്ന് തോന്നുന്നു. അതിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് മേലോട്ട് ടോപ്പിലേക്ക് പോയിട്ട് ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ അവിടെ നിന്നും ഇങ്ങനെ നമ്മൾ പതുക്കെ താഴേക്ക് ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ, കൈവിട്ടിട്ട്. ഇതും വളരെ രസമുണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ചേട്ടൻ ചെയ്യുന്നത് കണ്ടിട്ട് അനിയനും ഇവിടെ ഇതിലേക്ക് മേലോട്ട് കയറുന്നുണ്ട്. പക്ഷേ ആൾക്ക് പറ്റുന്നില്ല കേട്ടോ തീരെ. അങ്ങനെ മേളിലേക്ക് കാല് നമ്മൾ ഹൈറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് കയറണം. പക്ഷേ ആയുവിന് ഭയങ്കര പേടിയാണ്. ആയുധ കുറച്ച് കയറിയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്നും പോകുന്നു കേട്ടോ കുട്ടികളെ കൊണ്ട്. അപ്പോൾ അവർക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ TNTയിൽ വന്നിട്ടുണ്ട്. പക്ഷേ TNTയിൽ ഇവിടെ ചാലക്കുടി തന്നെയാണ് കേട്ടോ TNT. അവിടെ പക്ഷേ ബിരിയാണി ഉണ്ടാവില്ല, നമുക്ക് ഷവായിയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് തവണ ഷവായി കഴിക്കാം, ബിരിയാണി മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉച്ച നേരമാണ് കേട്ടോ, നല്ല വെയിലാണ്, എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ചേച്ചി ഇവിടെ കാര്യമായിട്ട് മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഈ ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് അവർ തന്ന ഗ്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയിട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്, പക്ഷേ അതിൻ്റെ ഡിസൈനിങ് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുതിന ഇട്ടിട്ടുള്ള വെള്ളമാണ് കേട്ടോ അവർ തരുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഷവായും കുബൂസും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അറബിക് റൈസുമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവിടുത്തെ ഷവായി കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവർ ബിരിയാണി എന്ന് പറഞ്ഞ് വന്നതാണ്, പക്ഷേ ഇത് വാങ്ങിച്ചു കൊടുത്തവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ജ്യൂസും കൂടി പറഞ്ഞു കേട്ടോ. കുട്ടികളെ ജ്യൂസും മൊജിറ്റോസൊക്കെ ആയിട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.